ആത്മാവിനെ അറിയലാണ് ആത്മീയത. നമ്മൾ ഈ ശരീരമാണെന്ന ധാരണയെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശരീരമല്ല, ഞാൻ പരമാത്മാവാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ ആത്മാവാണ് നാം. ആത്മാവിനെ അറിയുന്നു, ആത്മാവാണ് ഞാൻ എന്ന തരത്തിലേക്ക് മനുഷ്യൻ ഉയരലുമാണ് ആത്മീയത. അപ്പം തന്നെ അവൻ എല്ലാം ആ ആത്മാവിൻ്റെ എല്ലാം ഞാൻ തന്നെയാണ്, ആ ഏകമാണ്. ഞാൻ പ്രപഞ്ചനാഥനിലേക്ക് ചെലുത്തുന്ന നാഥനായി തീരും. ശരിക്കും ആത്മീയതയിലൂടെ ഒന്ന് ഉയർന്ന ആത്മാവായി തീരലാണ് ആത്മീയത കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. ആത്മാവിൽ ചെന്ന് ചേർന്ന് ആത്മാവായ പ്രപഞ്ചനാഥനായിരിക്കുന്ന ഈശ്വരനും അല്ലാഹുവുമായിരിക്കുന്ന അവരെ ചെന്ന് കാണാൻ അവർ ആ യഥാർത്ഥം നിങ്ങൾക്ക് കാണിച്ചും അറിയിച്ചും അനുഭവിപ്പിച്ചും അതാക്കി തീർക്കും. അതാണ് നിങ്ങൾ ശില്പി എന്ന് പറഞ്ഞത്. ആ ഗുരുവാണ് ശില്പി. നിങ്ങളെന്ന ശരീരമായിരിക്കുന്ന തെറ്റായ ധാരണകളെല്ലാം കുത്തിമാറ്റി ശരിയായ റിയലായ ദൈവികമാക്കി ഉണ്ടാക്കി എടുക്കുക. ആ ശില്പിയെ ചെന്ന് കണ്ടാൽ അവർ നിങ്ങളെ ദൈവികമാക്കും. ഇതാണ് ഓരോ കാലത്ത് വന്നവരും ഇപ്പോൾ ദൈവികമായി ഇരിക്കുന്നവരും. ഞാൻ വീരൻ പപ്പ എന്ന പ്രകാശത്തിൽ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ ഞാൻ എന്ന ധാരണകളും ഞാൻ എന്ന ബോധവും ഇല്ലാതാക്കി ശുദ്ധബോധം, ശുദ്ധാത്മാവ്, ഞാനില്ല ആത്മാവ് മാത്രമായി ശുദ്ധാത്മാവായി ആക്കുകയും എന്നിട്ട് ആ പ്രകാശത്തിൽ ആകാശഭൂമി പ്രകാശമായ അല്ലാഹു ചക്ര ജ്യോതിയിൽ കൊണ്ടിടുകയും ഞാൻ ആ പ്രകാശമായി തീരുകയും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ആ പ്രകാശത്തെ കാണിക്കുന്നതിനും എന്നും എൻ്റെ കേന്ദ്രത്തെ കണ്ടെത്തി ആ കേന്ദ്രത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം വിട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവായ ദൈവത്തിൽ കൊണ്ടുചേർത്ത് ദൈവീകമാക്കി തീർക്കലാണ് ഓരോ ഗുരുക്കന്മാരുടെ ദൗത്യം. അതാണ് അവരെ കാണാനും അറിയാനും ആത്മീയത ആഗ്രഹിച്ച് ദൈവികമായി തീരാൻ ഉദ്ദേശിച്ച് വരുന്നവർക്ക് ആ ദൈവികമാക്കി തീർക്കുന്ന ദൈവത്തിൽ കൊണ്ട് ചേർക്കുന്ന ദൗത്യമാണ് ദൈവികമായ ഗുരുക്കന്മാരുടെ ദൗത്യം. ഞാൻ ഇവിടെ പലതിലും അറിയപ്പെടുന്ന വലിയെന്നും ഷേക്കെന്നും പിന്നെ സിദ്ധനെന്നും പല പേരുകളിൽ അറിയപ്പെടുന്ന പലവരുണ്ട്. ഞാനിതൊന്നുമല്ല. ഞാൻ പരമാത്മാവിൽ ചെന്ന് ചേർന്ന്